ആ പുളിപ്പ് ഞാനങ്ങ് സഹിച്ചെന്ന് വെച്ചോ. ബാക്കി നാളെ പറയാം. ബൈ ഫോർ നൗ. ഹലോ ഹലോ വച്ചോ. ശരി, അങ്ങനെ ആവട്ടെ. ബാക്കി നാളെ കാണാം. നാളെ നാളെ നീളെ നീളെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്താ ഡെന്നീസേ, ഇതിനാണോ ഇത്രയും കാശൊക്കെ തന്നിട്ട് ഞാൻ നിന്നെയൊക്കെ അങ്ങോട്ട് വിട്ടത്? ഇതിനൊന്നും വയ്യെങ്കിൽ വലിയ അഭ്യാസിയ, കേമന, മറ്റവന, മറിച്ചവന എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് നീയൊക്കെ നടക്കുന്നത്? നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, നിന്റെ ചങ്കിടിച്ച് ഞാൻ കലക്കും. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എന്താ രാജാ, നിന്നോട് ചോദിച്ചത് കേട്ടില്ല? അനിയ, നിനക്ക് എന്ത് പറ്റി? ആരോടാ നീ ഇങ്ങനെ ഒച്ചയിടുന്നത്? ഇപ്പൊ ഓരോന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നു. എടാ, ഇതിനൊന്നും വയ്യെങ്കിൽ പോയി പിച്ചെടുത്ത് ജീവിക്കണം. അതും അല്ലെങ്കിൽ എവിടെങ്കിലും പോയി തൂങ്ങി ചാക്. എന്താ ഡാഡി, ആരെയാ ഡാഡി ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഫോൺ വെച്ചിട്ട് പോടാ. ഇങ്ങനെ ടെൻഷൻ ആവരുതെന്ന് ഇവനോടൊന്ന് പറ മോളെ. ഇക്കണക്കിന് ഇവൻ വല്ല സൂക്കേടും വരുത്തി വെക്കും. എന്താ പ്രശ്നം ഡാഡി? എന്താ ഡാഡി ഞങ്ങളോടൊന്നും പറയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? ഏതെങ്കിലും ടെൻഡറിന്റെയോ മറ്റോ പ്രശ്നമാണോ? ടെൻഡർ ഒന്നും അല്ല മോളെ. ആ ശിവദാസനും കുടുംബവും എതിർ വീട്ടിലെ അസത്തുകളും കൂടി നാട്ടിലെ അമ്പലത്തിൽ കത്തിപൂജിക്കാൻ പോയിരുന്നു. അവിടെ വെച്ച് അവരെ ആരെങ്കിലും വക വരുത്താൻ ഞാൻ ആ ഡെന്നിസിനോട് പറഞ്ഞ് കാശ് കൊടുത്തതാ. ഇപ്പൊ അവൻ പറയാ ഒന്നും നടന്നില്ലെന്ന്. എന്താ ഡാഡി ഈ പറയുന്നേ? അതെ, അവരെ ആരെങ്കിലും തട്ടിയാ ഈ കല്യാണം മുടങ്ങുമെന്നാ ഞാൻ വിചാരിച്ചത്. ആ ചന്ദ്രന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആ ഡെന്നിസിന് ഏർപ്പാട് ചെയ്തത്. പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞാൽ അവൻ എന്റെ മുന്നിൽ നിന്ന് വാചം അടിച്ചത്. നിങ്ങളൊക്കെ കാര്യം കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന് കരുതി. ഇപ്പൊ ഡെന്നിസ് പറയുന്നു അവരൊക്കെ രക്ഷപ്പെട്ടെന്ന്. അവര് രക്ഷപ്പെട്ടെന്നോ? ഇപ്പൊ രക്ഷപ്പെട്ട് ഓടിപ്പോയത് ഇവന്മാരാന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ഇത് കാശ് വാങ്ങിച്ചിട്ട് ഇവന്മാരും. ഡാഡി, അവരിൽ ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നേ? എനിക്കറിയില്ല മോളെ. ആ രണ്ട് കുടുംബത്തിലെ ആരോ ഒരാൾക്ക് കയ്യിൽ ഒരു മുറിവ് പറ്റി, അത്ര തന്നെ. അത് വീട് ഡാഡി. അങ്ങനെയാണെങ്കിൽ ആപത്ത് നടന്ന വീടെന്നത് ഒരു നല്ല ഐഡിയയാ. അതൊന്ന് വർക്കൗട്ട് ആക്കാൻ നോക്കാം.